ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ വേരിയസ് ട്രാൻസ്ഫോംസ് ആൻഡ് ദെയർ ഇക്വേഷൻസ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആണ്. നമുക്ക് പഠിക്കാനുള്ള ട്രാൻസ്ഫോംസും അതിൻ്റെ റിലേഷൻസും അതുപോലെ അനാലിസിസിൽ എന്തൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്തതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ ഓഫ് സിഗ്നൽ നമുക്ക് ഓൾറെഡി പഠിച്ചതായിരുന്നു. സിഗ്നൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും, CT സിഗ്നൽ ആൻഡ് DT സിഗ്നൽ. CT സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈം ഇൻസ്റ്റൻസിലും അതിനൊരു ആംപ്ലിറ്റ്യൂഡ് കാണും. DT സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ഡിസ്ക്രീറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈമിൽ മാത്രമേ അതിന് വാല്യൂ കാണത്തുള്ളൂ. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് x(t) വെച്ചിട്ട്, ഡിസ്ക്രീറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് x(n) വെച്ചിട്ട്. ഓക്കെ, അങ്ങനെ രണ്ടായിട്ട് നമ്മൾ സിഗ്നൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് CT സിഗ്നൽ ആൻഡ് DT സിഗ്നൽ. ഈ CT സിഗ്നൽസ് അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. എനർജി സിഗ്നൽ, പവർ സിഗ്നൽ, കോസൽ സിഗ്നൽ, നോൺ കോസൽ സിഗ്നൽ, ഈവൻ സിഗ്നൽ, ഔട്ട് സിഗ്നൽ, അങ്ങനെ ഡിഫറെൻറ്റ് CTയുടെയും DTയുടെയും ക്ലാസിഫിക്കേഷൻ പഠിച്ചായിരുന്നു. അതിലൊരു ക്ലാസിഫിക്കേഷനാണ് പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക്. പീരിയോഡിക്, നോൺ പീരിയോഡിക്. സിമിലർലി DTയുടെ കേസിലും സിഗ്നൽസിന് പീരിയോഡിക്കും നോൺ പീരിയോഡിക്കും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പീരിയോഡിക്, നോൺ പീരിയോഡിക്. ഈ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻസ് ഓഫ് സിഗ്നൽസ് വെച്ച് കഴിഞ്ഞാൽ ഈ x(t)നെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിലും അതുപോലെ x(n)നെയും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യുക. വിത്ത് റിയൽ ടൈം എക്സാമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിഗ്നൽസിന് ഇപ്പോൾ x(t) ആണെങ്കിലും x(n)നെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസി ഡൊമൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് റെപ്രസെൻറ്റേഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അത് രണ്ട് രീതിയിൽ വരാം. ഈ പീരിയോഡിക് സിഗ്നൽസിനെ ആണെങ്കിൽ നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് സീരീസ് ഫോമിലാണ്. ദറ്റ് ഈസ് ഫോറിയർ സീരീസ്. പീരിയോഡിക്കിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സീരീസ് ഫോമാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. നോൺ പീരിയോഡിക് സിഗ്നൽസിന് നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫോംസ് വെച്ചിട്ടാണ്. ട്രാൻസ്ഫോംസ്, അത് ഈ CT സിഗ്നലിൻ്റെ ട്രാൻസ്ഫോംസ് നമുക്ക് രണ്ടെണ്ണം പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഫോറിയർ ട്രാൻസ്ഫോം. അത് CT സിസ്റ്റം ആയതുകൊണ്ട് കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം CTFT എന്ന് പറയും. അതുപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇങ്ങനെ രണ്ട് രീതിയിൽ നോൺ പീരിയോഡിക് സിഗ്നൽസിനെ നമുക്ക് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഒന്ന് കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം. ഈ ഫോറിയർ സീരീസ് രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസ്, ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസ് ആൻഡ് എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസ്. രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മുടെ സിലബസിൽ അനാലിസിസ് പഠിക്കാനുണ്ട്. CTയുടെയും DTയുടെയും അനാലിസിസ് പഠിക്കാനുണ്ട്. അപ്പം എപ്പോഴും CT സിസ്റ്റത്തിൻ്റെ അനാലിസിസിന് യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോംസ് റെപ്രസെൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോംസ് ആണ്. അതുപോലെ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും ലാപ്ലാസ് ട്രാൻസ്ഫോമും ആണ്. അപ്പോൾ അത് അനാലിസിസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ പീരിയോഡിക് റെപ്രസെൻറ്റേഷൻ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ്. അത് കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൻ്റെ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് എന്ന് പറയും, CTFS എന്ന് പറയും. അത് രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് ട്രിഗണോമെട്രിക് ഫോമും സെക്കൻഡ് എക്സ്പോണൻഷ്യൽ ഫോമും. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ, അനാലിസിസ് ഇല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇനി ഈ ട്രാൻസ്ഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൊമൈനിൽ നിന്ന് വേറെ ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. തിരിച്ച് ഇപ്പോൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ടൈം ഡൊമൈനിലേക്ക് തിരിച്ചും എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ട്രാൻസ്ഫോംസ് എന്ന് പറയുന്നത്. ഒരു ഡൊമൈനിൽ നിന്ന് വേറെ ഡൊമൈനിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യാനും പറ്റും. ഇത്രയാണ് CT സിസ്റ്റത്തിൻ്റെ കേസിൽ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ. അതായത് ബ്രോഡ്ലി ഈ CT സിഗ്നലിനെ പീരിയോഡിക്, നോൺ പീരിയോഡിക് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പീരിയോഡിക് സിഗ്നൽസിനെ നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫോറിയർ സീരീസ് വെച്ചിട്ടാണ്. അത് വെച്ചിട്ടുള്ള അനാലിസിസ് ഇല്ല. നെക്സ്റ്റ് വരുന്നത് നോൺ പീരിയോഡിക് സിഗ്നൽസ് ഉണ്ട്. അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫോംസ് വെച്ചിട്ടാണ്. കണ്ടിന്യൂസ് ടൈമിൻ്റെ കേസിൽ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അതുപോലെ ഈ രണ്ട് ട്രാൻസ്ഫോംസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ അനാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ്
എങ്ങനെയൊക്കെയാണ് അനാലിസിസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അതുപോലെ എന്തുണ്ട്, DT സിഗ്നൽ ഉണ്ട്. അപ്പോൾ DT സിഗ്നലിനെ നമുക്ക് പീരിയോഡിക് നോൺ പീരിയോഡിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പീരിയോഡിക് റെപ്രസെൻറ്റേഷൻ വരുന്നത് സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം ആയതുകൊണ്ട് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് ആയിരിക്കും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ്. അതുപോലെ നോൺ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ വരും DT സിഗ്നലിന്. അതിന് നമുക്ക് രണ്ട് ട്രാൻസ്ഫോംസ് ഉണ്ട്. ഇതിവിടെ CTFT ആണെങ്കിൽ ഇതിൻ്റെ കേസിൽ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം DTFT ആയിരിക്കും. കാരണം നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് സിസ്റ്റം ആണ്. സോ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആയിരിക്കും DTയുടെ കേസിൽ ഫസ്റ്റ് ട്രാൻസ്ഫോം പഠിക്കേണ്ടത്. സെക്കൻഡ് പഠിക്കേണ്ടത് ലാപ്ലാസ് ട്രാൻസ്ഫോം പോലെ Z ട്രാൻസ്ഫോം ആയിരിക്കും നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ട്രാൻസ്ഫോംസും സീരീസ് റെപ്രസെൻറ്റേഷൻസും വരുന്നത്. 2019 സ്കീമിന് വരുമ്പോഴത്തേക്ക് മോഡ്യൂൾ 2 to 5 ആണ് ഇത്രയും ഡീറ്റെയിൽസ് പഠിക്കാനുള്ളത്. 2015 സ്കീമിലും സിലബസ് മോഡ്യൂൾ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഈ ടോപ്പിക്സ് എല്ലാം കോമൺ ആണ്. 2019 സ്കീമിനും 2015 സ്കീമിനും ടോപ്പിക്സ് എല്ലാം കോമൺ ആണ്. മോഡ്യൂളിൽ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. 2019 സ്കീം വെച്ചിട്ടുള്ള മോഡ്യൂൾ വൈസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2015 സ്കീമുകാർക്കും യൂസ്ഫുൾ ആയിരിക്കും. നമ്മളുടെ സിലബസിൽ മോഡ്യൂൾ 2 തൊട്ടാണ് ഈ ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ ഓഫ് സിഗ്നൽ വരുന്നത്. മോഡ്യൂൾ 2 തൊട്ടാണ്. അപ്പോൾ മോഡ്യൂൾ 2ൽ നമ്മൾ ഫുള്ള് ഡീൽ ചെയ്യുന്നത് CT സിഗ്നലാണ്, അല്ലെങ്കിൽ CT സിസ്റ്റം ആണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ടൈം സിഗ്നലിൽ നമുക്ക് പഠിക്കാനുള്ള റെപ്രസെൻറ്റേഷൻസ് CTFS, സീരീസ് റെപ്രസെൻറ്റേഷന്, ഫോറിയർ ട്രാൻസ്ഫോം റെപ്രസെൻറ്റേഷന് CTFT ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ഇപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻസിൻ്റെ പ്രോപ്പർട്ടീസും പ്രോബ്ലംസും ആണ് നമുക്ക് മോഡ്യൂൾ 2ൽ പഠിക്കാനുള്ളത്. കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ്, കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, അല്ലെങ്കിൽ അതിനെ നോർമലി ഫോറിയർ ട്രാൻസ്ഫോം എന്നും പറയും, ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇത്രയും റെപ്രസെൻറ്റേഷൻസ്, അതായത് പീരിയോഡിക് നോൺ പീരിയോഡിക് റെപ്രസെൻറ്റേഷൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പ്രോബ്ലംസ്, ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് ROCയും കൂടെ വരും. ലാസ്റ്റ് ഞാൻ ഈ ട്രാൻസ്ഫോംസിൻ്റെ എല്ലാ റിലേഷൻസും കൂടെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 2ലെ ടോപ്പിക്സ് ആണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൻ്റെ ഈ റെപ്രസെൻറ്റേഷൻസിനെ കുറിച്ചാണ് നമ്മൾ മോഡ്യൂൾ 2ൽ ഡീൽ ചെയ്യുന്നത്. മോഡ്യൂൾ 3 വരുമ്പോഴത്തേക്ക് ഓൾറെഡി പറഞ്ഞു, പീരിയോഡിക് സിഗ്നലിൻ്റെ കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് പ്രോപ്പർട്ടീസും പ്രോബ്ലവും നമ്മൾ പഠിച്ചാൽ മതി. നോൺ പീരിയോഡിക് സിഗ്നലിൻ്റെ കേസ് വരുമ്പോഴാണ് എന്ത് വരുന്നത്, ട്രാൻസ്ഫോംസ് വരുന്നത്. അത് വെച്ചിട്ടാണ് അനാലിസിസ് വരുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൻ്റെ അനാലിസിസും CTFTയും ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുള്ള അനാലിസിസ് ആണ് നമുക്ക് മോഡ്യൂൾ 3ൽ വരുന്നത്. അനാലിസിസ് ഓഫ് CT-LTI സിസ്റ്റം, കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റത്തിൻ്റെ അനാലിസിസ് എപ്പോഴും ട്രാൻസ്ഫോംസ് വെച്ചിട്ടേ വരത്തുള്ളൂ. അതായത് CTFT യൂസ് ചെയ്ത് അനാലിസിസ് ഓഫ് LTI സിസ്റ്റം ഉണ്ട്, അതുപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ഓഫ് LTI സിസ്റ്റം ഉണ്ട്. അതിൽ CTFT ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നോർമലി ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് നമ്മൾ അനാലിസിസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ തന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് പറയുമ്പോൾ അതിനകത്ത് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസും വരും, ഫേസ് റെസ്പോൺസും വരും. ഓക്കെ, അപ്പം അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി ചോദിക്കുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. അതുപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുള്ള അനാലിസിസും നമുക്ക് മോഡ്യൂൾ 3ൽ പഠിക്കാനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വരുന്ന അനാലിസിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. ഇമ്പൾസ് റെസ്പോൺസ് ദാറ്റ് ഈസ് H of n. നെക്സ്റ്റ് വരുന്നത് സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും, സ്റ്റെപ്പ് റെസ്പോൺസ്. പിന്നെ ജസ്റ്റ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും, y of t ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് കോസാലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ ചോദിക്കും. ലാസ്റ്റ് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ ചോദിക്കും. ഇത്രയും കാര്യങ്ങളാണ് അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം വരുന്നത്. ചില കേസിലാണെങ്കിൽ സ്റ്റെപ്പ് റെസ്പോൺസ് ഡയറക്റ്റ് തന്നിട്ട് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് ഡയറക്റ്റ് തന്നിട്ട് സ്റ്റെപ്പ് റെസ്പോൺസ് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ റിലേഷൻസ് ഉണ്ട്, അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈസി ട്രിക്സ് വെച്ചിട്ടുള്ളത്, അതൊന്ന് വാച്ച് ചെയ്യുക. ആ ടൈപ്പ് പ്രോബ്ലം എപ്പോഴും എക്സാംസിന് ചോദിക്കുന്നതാണ്. അപ്പോൾ മോഡ്യൂൾ 3 വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പഠിച്ച മോഡ്യൂൾ 2ൽ പഠിച്ച കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെയും
ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ അനാലിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് കൂട്ടത്തിൽ സാമ്പിളിംഗ് തിയറവും ഈ മോഡ്യൂൾ 3-ലുണ്ട്. സാമ്പിളിംഗ് തിയറം, അതുപോലെ അതിൻ്റെ പ്രൂഫ്, ഏലിയാസിങ്, ഇത്രയും ടോപ്പിക്കും കൂടെ മോഡ്യൂൾ 3-ലുണ്ട്. സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CT DTയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിനകത്ത് റീകൺസ്ട്രക്ഷൻ പോസിബിൾ ആവണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. അതിനാണ് നമ്മൾ നൈക്വിസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും തിയറി ക്വസ്റ്റിനായിട്ട് ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ സാമ്പിളിംഗ് തിയറം, പ്രൂഫ്, ഏലിയാസിങ്, അതുപോലെ നൈക്വിസ്റ്റ് റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സ്മോൾ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി വീഡിയോസ് അപ്ലോഡഡ് ആണ്. അപ്പോൾ ഇത്രയാണ് മോഡ്യൂൾ 2-ലും മോഡ്യൂൾ 3-ലും വരുന്നത്. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ നമ്മൾ CT സിസ്റ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻസും അത് യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോംസും അതിൻ്റെ അനാലിസിസുമാണ് മോഡ്യൂൾ 2-ലും മോഡ്യൂൾ 3-ലും വരുന്നത്. ഇനി ലാസ്റ്റ് 2 മോഡ്യൂൾസ് എന്ന് പറയുന്നത് മോഡ്യൂൾ 4 മോഡ്യൂൾ 5 ആണ്. മോഡ്യൂൾ 4-ൽ നമ്മൾ മോഡ്യൂൾ 4-ലും മോഡ്യൂൾ 5-ലും എൻറ്റയർലി DT സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഈ മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതിൻ്റെ കേസിലും ഈ കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ പോലെ തന്നെ ഒരു സീരീസ് റെപ്രസെൻറ്റേഷനും 2 ട്രാൻസ്ഫോംസുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ മോഡ്യൂൾ 4-ൽ വരുന്നത് ഈ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമുമാണ്. അതുപോലെ ഈ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടുള്ള അനാലിസിസ്. ഇത്രയാണ് മോഡ്യൂൾ 4-ൽ വരുന്നത്. മോഡ്യൂൾ 4 ഫുള്ള് ഡീൽ ചെയ്യുന്നത് DT സിസ്റ്റമാണ് അല്ലെങ്കിൽ സിഗ്നലാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് ആണ്. ട്രാൻസ്ഫോംസ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ഒന്ന് DTFT ആണ്. അതുപോലെ Z ട്രാൻസ്ഫോമും ഉണ്ട്. അതിൽ DTFTയും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമുമാണ് എൻറ്റയർലി മോഡ്യൂൾ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ജസ്റ്റ് അതിൻ്റെ ഇക്വേഷനും പ്രോബ്ലംസും പ്രോപ്പർട്ടീസും മാത്രം നമ്മൾ പഠിച്ചാൽ മതി DTFS വെച്ചിട്ട്. കാരണം സീരീസ് റെപ്രസെൻറ്റേഷനാണ്, അതിനകത്ത് പ്രോപ്പർട്ടീസും പ്രോബ്ലംസും മാത്രമേ വരുന്നുള്ളൂ. DTFT വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം, പ്രോബ്ലംസ് പഠിക്കണം. അതുപോലെ ഇത് വെച്ചിട്ട് എന്ത് കാണും? വെരി ഗുഡ്, അനാലിസിസ് കാണും. അനാലിസിസ് ഓഫ് DT LTI സിസ്റ്റം വരും. ഓക്കെ, അനാലിസിസ് ഓഫ് DT LTI സിസ്റ്റം. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ നോൺ പീരിയോഡിക്കിൻ്റെ CTയുടെ കേസിൽ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ടായിരുന്നു. അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് DT സിസ്റ്റത്തിൽ വരുന്നതാണ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. അപ്പോൾ നമ്മൾ ഈ മോഡ്യൂൾ 3-ൽ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് അതിൻ്റെ അനാലിസിസിൽ എന്തായിരുന്നു ഫൈൻഡ് ഔട്ട് ചെയ്ത് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. അപ്പോൾ സിമിലർലി DTFTയുടെ കേസിലും അതിൻ്റെ അനാലിസിസ് വരുമ്പോഴത്തേക്ക് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് DT സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്കറിയാം. DTFT വരുമ്പോഴത്തേക്ക് അതിൻ്റെ നൊട്ടേഷൻ തന്നെ X(e⁻j⍵) ആണ്. അപ്പോൾ ഒമേഗ ടൈമാണ് ഫ്രീക്വൻസി. അപ്പോൾ നോർമലി ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ എക്സാംസിന് വേണമെങ്കിൽ y(n) ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം, ഇമ്പൾസ് റെസ്പോൺസ് h(n) ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം, അതുപോലെ സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ കേസിൽ. അപ്പോൾ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മോഡ്യൂൾ 4-ൽ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമാണ് പഠിക്കാനുള്ളത്. അതിൽ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസിൻ്റെ കേസിൽ ജസ്റ്റ് സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസും പ്രോബ്ലംസും മാത്രം ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ്, പ്രോബ്ലംസ്, അനാലിസിസും കൂടെ വരും. അപ്പോൾ അനാലിസിസിനകത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് കാണും. അതുപോലെ y(n) റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്, ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്, സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്, അതെല്ലാം കാണും. അതെല്ലാം നമുക്കിപ്പോൾ ഈ ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഈ ഇത്രയും കാര്യങ്ങളില്ല, ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഇമ്പൾസ് റെസ്പോൺസ്, ഇപ്പോൾ ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനൊരു പ്രൊസീജിയർ ഉണ്ട്. അതേ പ്രൊസീജിയർ തന്നെയാണ് ഇതിൻ്റെ കേസിലും വരുന്നത്. നമ്മളിപ്പം DT സിസ്റ്റം യൂസ് ചെയ്ത് അതിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോഴും. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കോറിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് ഈ വീഡിയോ എൻഡിൽ നമ്മൾ ഈ പഠിക്കാനുള്ള ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം, DTFT Z ട്രാൻസ്ഫോമിൻ്റെ റിലേഷൻ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ലാസ്റ്റ് നമ്മളുടെ മോഡ്യൂൾ 5-ലേക്ക് വരുമ്പോഴത്തേക്ക് ഇനി റിമൈനിങ് ആയിട്ടുള്ള ഏതാണുള്ളത്? ഇനി റിമൈനിങ് ആയിട്ടുള്ളത് DTയുടെ കേസിൽ Z ട്രാൻസ്ഫോം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ Z ട്രാൻസ്ഫോമിൻ്റെ Z ട്രാൻസ്ഫോം ആൻഡ് ഇറ്റ്സ് അനാലിസിസ്.
ആണ് നമ്മൾ എൻ്റയർലി മൊഡ്യൂൾ 5 വരുന്നത്. ഇപ്പം നിങ്ങളിപ്പം 2015 സ്കീം ആണെങ്കിലും ഇത്രയും കാര്യങ്ങൾ തന്നെ പഠിക്കാനുണ്ട്. പക്ഷേ അതിൻ്റെ കേസിൽ അതിൻ്റെ മോഡ്യൂളിൽ ജസ്റ്റ് വ്യത്യാസമുള്ളൂ. ടോപ്പിക്സ് എല്ലാം സെയിം ആണ്. അപ്പം അതിൻ്റെ കേസിൽ DTFTയും ഇസഡ് ട്രാൻസ്ഫോമും കൂടെ അതിൻ്റെ പ്രോപ്പർട്ടീസും പ്രോബ്ലംസും ഒരു മൊഡ്യൂളിലും അനാലിസിസ് വേറൊരു മൊഡ്യൂളും അങ്ങനെ ഇട്ടേക്കുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. കണ്ടൻസ് എല്ലാം സെയിം ആണ്. ഓക്കെ, ഇപ്പം ലാസ്റ്റ് മൊഡ്യൂൾ വരുമ്പോഴത്തേക്ക് ഇസഡ് ട്രാൻസ്ഫോമും അതിൻ്റെ അനാലിസിസും ആണ് വരുന്നത്. ഇപ്പം ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ നമ്മൾ നോർമലി ഒരു ട്രാൻസ്ഫോം പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ പഠിക്കണം, പ്രോപ്പർട്ടീസ് പഠിക്കണം, പ്രോബ്ലംസ് പഠിക്കണം. ഓക്കെ, അതുപോലെ അതിൻ്റെ ഇൻവേഴ്സ് പഠിക്കണം. അതാണ് ഈ എല്ലാ ട്രാൻസ്ഫോംസിനും നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, ദെൻ പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുള്ള പ്രോബ്ലംസ്, അതിൻ്റെ ഇൻവേഴ്സ്. ഇത്രയാണ് ഒരു ട്രാൻസ്ഫോംസിൻ്റെ കാര്യങ്ങൾ. നമുക്ക് ഏത് ട്രാൻസ്ഫോം എടുത്താലും ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നെ അതിൻ്റെ കേസിൽ നിന്നൊരു അനാലിസിസും കൂടെ വരുന്നുണ്ട്. അനാലിസിസ് ഓഫ് DT LTI സിസ്റ്റം യൂസിങ് ഇസഡ് ട്രാൻസ്ഫോമും. ഇപ്പോൾ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ എന്തൊക്കെയാണോ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത്രയും കാര്യങ്ങൾ നമുക്ക് DT സിസ്റ്റത്തിൻ്റെ കേസിൽ ഇസഡ് ട്രാൻസ്ഫോമിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, DT സിസ്റ്റം വരുമ്പോഴത്തേക്ക് അതിനെ സിസ്റ്റം ഫംഗ്ഷൻ എന്നും പറയും. സിസ്റ്റം ഫംഗ്ഷൻ. അതിനുശേഷം അനാലിസിസിനകത്ത് വരുന്നത് ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. ഇമ്പൾസ് റെസ്പോൺസ് നമ്മളിവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ എഴുതിയ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് സിഗ്നൽസിൻ്റെ കേസിൽ നമ്മൾ പഠിക്കുമ്പോഴും കമ്പൈൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈസിയാണ്. ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം പഠിക്കുമ്പോൾ എന്തൊക്കെയാണോ പഠിക്കാനുള്ളത് അതുപോലെ ഇസഡ് ട്രാൻസ്ഫോം കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ മെത്തേഡ്സ് എല്ലാം സെയിം ആണ്. അതിനകത്ത് ജസ്റ്റ് വാല്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. പിന്നെ സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അതുപോലെ ജസ്റ്റ് റെസ്പോൺസ് Y(n) ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, കോസാലിറ്റി, സ്റ്റെബിലിറ്റി, ഇത്രയും ഒരു DT സിസ്റ്റത്തിൻ്റെ അനാലിസിസിനകത്ത് വരുന്നതാണ് യൂസിങ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ. ഇപ്പോൾ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ട് സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് റെസ്പോൺസ് തന്നിട്ട് ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഈ അനാലിസിസ് ഓഫ് CT DT സിസ്റ്റം വിത്ത് ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ടോപ്പിക്സ് എല്ലാം എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇപ്പം DTയുടെ കേസിലാണെങ്കിൽ Y(n) = X(n) കൺവല്യൂഷൻ H(n) ആണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്ക് ട്രാൻസ്ഫോം, ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? Y(z) = X(z) × H(z) എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് Y(n) കിട്ടും, അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് ആണെങ്കിൽ H(z) ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് H(n) കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ റിലേഷൻ വരുന്നത്. അപ്പം സപ്പോസ് ഇതൊരു CT സിസ്റ്റം ആയിരുന്നെങ്കിൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യും. ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് അത് CT സിസ്റ്റം ആയതുകൊണ്ട് Y(t) ആയിരിക്കും വരുന്നത്. Y(t) = X(t) കൺവല്യൂഷൻ H(t) ആയിരിക്കും. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ഇസഡ് ട്രാൻസ്ഫോമിന് വരെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. ദാറ്റ് ഈസ് Y(s) = X(s) × H(s) വരും. അപ്പോൾ അതുപോലെ അതിൻ്റെ Y(s) ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് റെസ്പോൺസ് കിട്ടും. H(s) ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും. ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തിട്ട് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് സ്റ്റെപ്പ് റെസ്പോൺസ് കിട്ടും. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് റെസ്പോൺസിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ട് നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. അപ്പം അങ്ങനത്തുള്ള പ്രോബ്ലംസ് ആണ് ഈ അനാലിസിസിനകത്ത് വരുന്നത്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്ഥിരം ചോദിക്കുന്നത്. അപ്പോൾ ഈ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈസിയാണ്. ഈ മോഡ്യൂൾസ് കവർ ചെയ്യാനും ഈസിയാണ്. അതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മോഡ്യൂൾസിലും എന്തൊക്കെ പഠിക്കേണ്ടതെന്നുള്ളതും, അതുപോലെ നമ്മുടെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻസ് ഓഫ് സിഗ്നൽസിൽ ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് 2019 സ്കീം വരുമ്പോഴത്തേക്ക് ഓരോ മോഡ്യൂളിലും 20 മാർക്സിനാണ് വരുന്നത്. ഈക്വൽ വെയിറ്റേജ് ആണ് എക്സാംസിന് വരുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ട്രാൻസ്ഫോംസ് ആണ്. ഇപ്പം സീരീസ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ജസ്റ്റ് ഈ കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് ആണെങ്കിൽ, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷനും പ്രോബ്ലം അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ട്രാൻസ്ഫോം വരുമ്പോഴാണ് ഇന്നുകൂടെ വരുന്നത്, അതിൻ്റെ അനാലിസിസും കൂടെ വരുന്നത്. അപ്പോൾ ട്രാൻസ്ഫോം പഠിച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അനാലിസിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോം നന്നായിട്ട് അറിയാമെങ്കിൽ ബാക്കി ട്രാൻസ്ഫോംസ് ഈസി ആയിട്ട് കോറിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി വേരിയസ് ട്രാൻസ്ഫോംസിൻ്റെ റിലേഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ
സീരീസ് റെപ്രസെൻറ്റേഷൻ അല്ല, നമ്മളിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോംസ് ആണ്. ട്രാൻസ്ഫോംസിൻ്റെ റിലേഷൻസ് ആണ്. ഇപ്പോൾ ട്രാൻസ്ഫോംസ് സി ടിയുടെ കേസിൽ സി ടി എഫ് ടിയും ലാപ്ലാസ് ട്രാൻസ്ഫോമും ആണ്, ഡി ടിയുടെ കേസിൽ ഡി ടി എഫ് ടിയും ഇസഡ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കാരണം അതിൽ നിന്നാണ് നമുക്ക് അനാലിസിസ് പാർട്ടും കൂടെ സിലബസിൽ പഠിക്കാനുള്ളത്. ഇപ്പം ട്രാൻസ്ഫോംസ് വരുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിട്ട് സിഗ്നൽസ് വരും. ഒന്ന് സി ടി സിഗ്നൽ, സെക്കൻഡ് ഡി ടി സിഗ്നൽ. സി ടി സിഗ്നൽ എന്ന് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഓഫ് ടി, ഡി ടി സിഗ്നൽ എന്ന് വെച്ചാൽ എക്സ് ഓഫ് എൻ ആണ് റെപ്രസെന്റേഷൻ വരുന്നത്. അപ്പം അതിനകത്ത് വരുന്ന ട്രാൻസ്ഫോംസ് ആദ്യമേ സി ടിയുടെ കേസ് പറയാണ്. ഫസ്റ്റ് മെയിനായിട്ട് വരുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ഇപ്പോൾ ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൊമൈനിൽ നിന്ന് വേറെ ഡൊമൈനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പം സി ടിയുടെ കേസിൽ സിഗ്നൽ എക്സ് ഓഫ് ടി ആണ്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴത്തേക്ക് അത് എക്സ് ഓഫ് എസിലേക്ക് ട്രാൻസ്ഫോം ആവും. അപ്പോൾ അതുപോലെ അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ട്രാൻസ്ഫോം ഇക്വേഷൻ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെത്. അപ്പം ദാറ്റ് ഈസ് എക്സ് ഓഫ് എസ് ഈക്വൽസ് ടു കണ്ടിന്യൂസ് ടൈം ആയതുകൊണ്ട് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഏത് സിഗ്നലാണോ ട്രാൻസ്ഫോം ചെയ്യേണ്ടത് ആ സിഗ്നൽ എക്സ് ഓഫ് ടി ഇൻറ്റു ഒരു ഫാക്ടർ ഉണ്ട് ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എക്സ് ഓഫ് ടി കണ്ടിന്യൂസ് ടൈമിലുള്ള സിഗ്നൽ എസ് ഡൊമൈൻ ഫ്രീക്വൻസി കോംപ്ലക്സ് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് ട്രാൻസ്ഫോം ആവും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഏത് സിഗ്നലാണ്. ഇവിടെ എക്സ് ഓഫ് ടിൻ്റെ ആണ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് കണ്ടത്. സോ എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഫോം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും ഇൻറ്റു ഡി ടി വരും. അപ്പോൾ ഇവിടെ കേസിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഈ എസ് എന്നുള്ള ആണ് ട്രാൻസ്ഫോം വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ലാപ്ലാസ് ഓപ്പറേറ്റർ എന്ന് പറയും. അതിനകത്ത് രണ്ട് ടേംസ് വരും, സിഗ്മ പ്ലസ് ജെ ഒമേഗ എന്ന് രണ്ട് ടേംസ് വരും. ഞാൻ ഈ ഇക്വേഷനകത്ത് എസ്സിന് സിഗ്മ പ്ലസ് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി, ഈ എസ് ഉണ്ടല്ലോ അതിന് സിഗ്മ പ്ലസ് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇ റൈസ് മൈനസ് സിഗ്മ പ്ലസ് ജെ ഒമേഗ ടി ഡി ടി എന്ന് കിട്ടും. ഇതിനാണ് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ടി ഇൻറ്റു എന്ത് വരും ഇ റൈസ് മൈനസ് സിഗ്മ ടി ഇൻറ്റു ഇ റൈസ് മൈനസ് ജെ ഒമേഗ ടി ഡി ടി എന്ന് വരും. ഓക്കെ, ഇവിടെ ഈ എസിനകത്ത് രണ്ട് ടേംസ് ഉണ്ട്. സിഗ്മ എന്ന് വെച്ചാൽ റിയൽ ടേമും ജെയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രീക്വൻസി ഒമേഗ ടേമും ആണ്. അപ്പോൾ അതിന് ഞാൻ എസിന് സിഗ്മ പ്ലസ് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ സി ടിയുടെ കേസിൽ ഒരു ട്രാൻസ്ഫോം കൂടെ പഠിക്കാനുണ്ട്. എന്തായിരുന്നു അത്? കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം സി ടി എഫ് ടിയും കൂടെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇക്വേഷൻ വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എസിന് ഞാൻ സിഗ്മ പ്ലസ് ജെ ഒമേഗ എടുക്കുമ്പം എക്സ് ഓഫ് സിഗ്മ പ്ലസ് ജെ ഒമേഗ ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷൻ കിട്ടി ഇല്ലേ. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ എക്സ് ഓഫ് സിഗ്മ പ്ലസ് ജെ ഒമേഗ ഈക്വൽ ടു ഈ ഒരു ഫോം കിട്ടി. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇമാജിനറി ടേം മാത്രമേ എടുക്കത്തുള്ളൂ. അതായത് സിഗ്മ ടേം 0 ആയിട്ട് എടുക്കും. ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്ത് എസിനകത്ത് സിഗ്മ പ്ലസ് ജെ ഒമേഗ ഉണ്ടായിരുന്നു. അത് ഫോറിയർ ട്രാൻസ്ഫോമിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തെടുക്കും? സിഗ്മ ഈക്വൽ ടു 0 എന്ന് എടുക്കും. റിയൽ പാർട്ട് 0 എടുക്കും. അതായത് ഇമാജിനറി ടേം മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ദിസ് ഇക്വേഷൻ ബിക്കംസ് പറഞ്ഞ് എക്സ് ഓഫ് ഇവിടെ വരും സിഗ്മ 0 ആകുമ്പോഴത്തേക്ക് എക്സ് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി. ഇവിടെ എന്ത് വരും? ഇ റൈസ് ടു സിഗ്മ 0 എന്ന് പറയുമ്പോഴത്തേക്ക് ഇ റൈസ് ടു 0 1 വരും ഇൻറ്റു എന്ത് വരും? ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. അതെന്താ ചെയ്യുന്നത്? ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു എക്സ് ഓഫ് ടി സിഗ്നലിന് എക്സ് ഓഫ് എന്തിലേക്കാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? എക്സ് ഓഫ് ജെ ഒമേഗയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. ഇപ്പോൾ കോംപ്ലക്സ് ഫ്രീക്വൻസി ടേമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ റിലേഷൻ പറയുകയാണെങ്കിൽ എന്ത് പറയാം? ഫോറിയർ ട്രാൻസ്ഫോം ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം വെൻ സിഗ്മ ഈക്വൽ ടു 0 എന്ന് പറയാം അല്ലേ. എന്താണ്? കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഈസ് എ special case of Laplace transform with the റിയൽ പാർട്ട് സിഗ്മ ഈക്വൽ ടു 0. ഇതിനകത്ത് ഒരു യൂണിവേഴ്സൽ ട്രാൻസ്ഫോം ആയിട്ട് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. കാരണം അതിൻ്റെ കേസിൽ സിഗ്നൽസിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും രണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫോറിയർ ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് അതിൻ്റെ റിയൽ പാർട്ട് സിഗ്മ ഈക്വൽ ടു 0 എന്നാണ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നോർമലി നമ്മൾ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് അനാലിസിസിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതായത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ് ആണ്. പക്ഷെ ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് അനാലിസിസിൽ നമുക്ക്
ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, സിഗ്നൽസിൻ്റെ റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, കോസാലിറ്റി, സ്റ്റെബിലിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ അനാലിസിസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അത് രണ്ടും, അതായത് സിഗ്മയും ഒമേഗയും, അതായത് കോംപ്ലക്സ് റിയൽ ടേമും കോംപ്ലക്സ് ടേമും രണ്ടും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ യൂണിവേഴ്സൽ ട്രാൻസ്ഫോം എന്ന് പറയും. അപ്പം കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിന് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം വിത്ത് സിഗ്മ ഈക്വൽ ടു 0 എന്ന് പറയാം. ഇതാണ് അതിൻ്റെ റിലേഷൻ വരുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിൻ്റെ കേസിൽ നമുക്ക് ഈ രണ്ട് ട്രാൻസ്ഫോംസ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. അതിനകത്ത് എസ് ഇസ് ഈക്വൽ ടു ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻസ് ഫോർ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം അല്ലേ. ഇതിനകത്ത് എസിന് ജെ ഒമേഗ കൊടുക്കുമ്പോഴല്ലേ കിട്ടുന്നത്, അല്ലെങ്കിൽ എസ് എന്ന് വെച്ചാൽ സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. അപ്പോൾ നമ്മൾ സിഗ്മ 0 കൊടുക്കുക എന്ന് വെച്ചാൽ എസിന് എന്ത് കൊടുക്കുന്ന തുല്യമാണ്? എസിന് ജെ ഒമേഗ കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ എസിന് ജെ ഒമേഗ കൊടുക്കുമ്പോഴത്തേക്ക് എക്സ് ഓഫ് ജെ ഒമേഗ ഈക്വൽസ് ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി എക്സ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി, വിച്ച് ഈസ് ദ എക്സ്പ്രഷൻസ് ഫോർ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ടിൻ്റെ റിലേഷൻ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രാൻസ്ഫോം പഠിക്കാനുള്ളത് ഡി ടി സിസ്റ്റത്തിൻ്റെയാണ്. ഡി ടി സിസ്റ്റം അല്ലെങ്കിൽ ഡി ടി സിഗ്നലിൻ്റെ കേസാണ്. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ട്രാൻസ്ഫോംസ് നമുക്കറിയാം. ഒന്ന് ഇസഡ് ട്രാൻസ്ഫോം ആയിരുന്നു, ഇസഡ് ട്രാൻസ്ഫോം. സെക്കൻഡ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഡി ടി സിഗ്നൽസ് വെച്ചിട്ടാണ്, എക്സ് ഓഫ് എൻ ആണ്. അപ്പോൾ ഇവിടെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസ് ട്രാൻസ്ഫോം ചെയ്യുന്ന എക്സ് ഓഫ് എന്നിന് ഇസഡ് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ഓഫ് ഇസഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ നമ്മളിപ്പോൾ ഓൾറെഡി ലാപ്ലാസ് ട്രാൻസ്ഫോം പഠിച്ചായിരുന്നില്ലേ, ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ പഠിച്ചായിരുന്നു. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്തത് എക്സ് ഓഫ് എസ് വെച്ചിട്ടാണ്, ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇതായിരുന്നു ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് വരുന്നതാണ് ഡി ടി സിസ്റ്റത്തിൻ്റെ കേസിൽ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഓഫ് എസിന് പകരം ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ് ആണ്, ഈക്വൽ ടു ഇതുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്ത് ഇക്വേഷൻ ഓർത്ത് വെക്കാം. അതായത് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സി ടി സിസ്റ്റത്തിൻ്റെ കേസിലാണ്, അതുകൊണ്ട് അവിടെ ഇൻറ്റഗ്രൽ വരും. ഇസഡ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് എന്താണ്, ഡിസ്ക്രീറ്റ് ആണ്. അപ്പോൾ നമ്മളവിടെ സമ്മേഷൻ വരും. ഓക്കെ, സമ്മേഷൻ എൻ ഈക്വൽസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇവിടുത്തെ സിഗ്നൽ എന്താണ്? എക്സ് ഓഫ് എൻ ആണ് സിഗ്നൽ. ഇൻറ്റു എന്ത് വരും? ഇവിടെ ഇ റൈസ് ടു മൈനസ് എസ് ടി ആയിരുന്നു ഫാക്ടർ വരുന്നത്, ഇവിടെ ഇസഡ് റൈസ് ടു മൈനസ് എൻ വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ അറിയുകയാണെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ വരുന്നത് എക്സ് ഓഫ് എസിന് പകരം എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷന് പകരം സമ്മേഷൻ വരും, എക്സ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്ക്രീറ്റിൽ എക്സ് എൻ വരും, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഇ റൈസ് ടു മൈനസ് എസ് ടി കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡ് റൈസ് ടു മൈനസ് എൻ വരും. ഓക്കെ, ഇതാണ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. ഇതിനകത്ത് ഇസഡ് ഇല്ലേ, ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഇ റൈസ് ടു ജെ ഒമേഗയാണ്. നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ പറഞ്ഞതുപോലെ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം വരുമ്പോഴത്തേക്ക് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഇ റൈസ് ടു ജെ ഒമേഗയാണ്. അപ്പോൾ ഇസഡിന് പകരം ആർ ഇ റൈസ് ടു ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ. എന്ത് വരും? ഇവിടെ ഇസഡിന് ആർ ഇ റൈസ് ടു ജെ ഒമേഗ ദ ഹോൾ റൈസ് ടു മൈനസ് എന്ന് വരും. ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പം സമ്മേഷൻ എൻ ഈക്വൽസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ത് വരും? എക്സ് ഓഫ് എൻ ആർ റൈസ് ടു മൈനസ് എൻ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എൻ എന്ന് വരും. ഇവിടെ എന്താ ചെയ്തത്? നമ്മളുടെ ഇസഡ് ട്രാൻസ്ഫോം എക്സ്പ്രഷനകത്ത് ഇസഡ് ടേം ഉണ്ട്. ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഇ റൈസ് ടു ജെ ഒമേഗയാണ്. അവിടെ ഇസഡിന് പകരം ആർ ഇ റൈസ് ടു ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇതിനകത്ത് ആർ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു 1 കൊടുക്കുകയാണ് ഈ ഇക്വേഷനകത്ത്. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും? സമ്മേഷൻ എൻ ഈക്വൽസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ. ആറിന് 1 കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പം എന്ത് വരും? 1 വരും. ഇപ്പം 1 ഇൻറ്റു എന്ത് വരും? ഇ റൈസ് മൈനസ് ജെ ഒമേഗ എൻ വരും. ഓക്കെ, നമുക്ക് കിട്ടിയ എന്താണ്? എക്സ് ഓഫ് ഇസഡിൻ്റെ എക്സ്പ്രഷൻ എക്സ് ഓഫ് എൻ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എൻ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഡി ടി എഫ് ടിയുടെ എക്സ്പ്രഷൻ വരുന്നത്. അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഇ റൈസ് ടു ജെ ഒമേഗ ആണ്, ഈക്വൽ ടു ഈക്വേഷനാണ് വരുന്നത് സമ്മേഷൻ എൻ ഈക്വൽസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡി ടി എഫ് ടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിൽ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ കേസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു.
വെൻ സിഗ്മ ഈക്വൽ ടു 0. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ എന്ത് പറയാം, DTFT ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഇസഡ് ട്രാൻസ്ഫോം വെൻ R ഈക്വൽ ടു 1. ഓക്കെ, DTFT ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് എന്താണ് ഇസഡ് ട്രാൻസ്ഫോം വെൻ റിയൽ പാർട്ട് R ഈക്വൽ ടു 1. ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. നമുക്കിപ്പോൾ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇസഡിന് നമ്മൾ ജസ്റ്റ് e⁻j⁻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ DTFT കേട്ടോ. എക്സ് ഓഫ് e⁻j⁻ ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽസ് -∞ xn z⁻n ആണ്. അപ്പോൾ ഇസഡിന് e⁻j⁻ കൊടുക്കുമ്പോഴത്തേക്ക് e⁻ എന്ന് വരും. അതാണ് ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇതാണ് ട്രാൻസ്ഫോംസിൻ്റെ റിലേഷൻ വരുന്നത്. അപ്പോൾ ഇക്വേഷൻസ് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ പഠിക്കുക, അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുക. ലാപ്ലാസ് ട്രാൻസ്ഫോമും കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും ആണ് നമ്മളുടെ CT സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ലാപ്ലാസ് ട്രാൻസ്ഫോം X ഓഫ് S ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് എസ് ടേം ഉണ്ട്. എസ് ടേം എന്ന് വെച്ചാൽ സിഗ്മ പ്ലസ് j⁻ ആണ്. അതിൽ സിഗ്മ ഈക്വൽ ടു 0 അല്ലെങ്കിൽ എസിന് j⁻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ CTFT. ട്രാൻസ്ഫോംസ് വെച്ചിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ അനാലിസിസ് അറിയാമെങ്കിൽ അതിനകത്ത് എസിന് നമുക്ക് j⁻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ അനാലിസിസിൽ ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്ത അനാലിസിസ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ട്രാൻസ്ഫോം ആയതുകൊണ്ട് ഇമ്പൾസ് റെസ്പോൺസ്, സ്റ്റെപ്സ് റെസ്പോൺസ്, കോസാലിറ്റി, സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സിമിലർലി DT സിസ്റ്റത്തിൻ്റെ കേസിന് ഇസഡ് ട്രാൻസ്ഫോമും DTFT ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ ലാപ്ലാസ് ട്രാൻസ്ഫോമായിട്ട് കോറിലേറ്റ് ചെയ്ത് ഓർത്ത് നോക്കാൻ പറ്റും. അതിനുശേഷം അതിനകത്തും ഇസഡ് ടേം എന്ന് വെച്ചാൽ R ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R-ന് 1 കൊടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ DTFT. DTFT വെച്ചിട്ടും അനാലിസിസിനകത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതുപോലെ സ്റ്റെപ്പ് റെസ്പോൺസ്, ഇമ്പൾസ് റെസ്പോൺസും ചോദിച്ചിട്ടുണ്ട്. ഇസഡ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് അതിൻ്റെ കോസാലിറ്റി, സ്റ്റെബിലിറ്റി, ഇമ്പൾസ് റെസ്പോൺസ്, സ്റ്റെപ്പ് റെസ്പോൺസ് എല്ലാം നമുക്ക് അനാലിസിസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സിഗ്നൽസിൻ്റെ സിലബസിൽ കുറേ ട്രാൻസ്ഫോംസും സീരീസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്തൊക്കെയാണ്, അതിൻ്റെ എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതാകുമ്പോഴത്തേക്ക് നമ്മളുടെ ടാസ്ക് വളരെ സിമ്പിൾ ആവും. സ്മാർട്ടായിട്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ള ട്രാൻസ്ഫോംസും അതിൻ്റെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വേരിയസ് ട്രാൻസ്ഫോം CT, DT അതിൻ്റെ റിലേഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. BTech MEDC.